വെൽക്കം ബാക്ക് ടു BMJ മ്യൂസിക് കപ്പിൾ. അപ്പോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ എന്താണ്, ഞങ്ങളുടെ ഫീൽഡ് എന്താണ് BMJ മ്യൂസിക് കപ്പിൾ എന്ന് എന്റെ യൂട്യൂബ് ചാനലിന് പേര് കൊടുക്കാനുള്ള റീസൺ, പിന്നെ എന്താണ് BMJ എന്ന ഷോർട്ട് നെയിം എന്താണ്, പിന്നെ പ്രഗ്നൻസി ടൈമില് ഡെലിവറി ടൈമൊക്കെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി കാണുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ ചോദ്യങ്ങളും കമന്റുകളും കാര്യങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ Q&A സെക്ഷൻസിനൊക്കെ ഞങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്താണ് BMJ മ്യൂസിക് കപ്പിൾ എന്ന് പേര് വരാനുള്ള റീസൺ? ആദ്യം തന്നെ ഞങ്ങളുടെ പേരെന്താണ്, ഞങ്ങളുടെ ഫീൽഡ് എന്താണ് എന്നൊക്കെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് രേവതി. അപ്പോ ഞങ്ങളുടെ ഫീൽഡ് എന്ന് പറയുന്നത് മ്യൂസിക് ആണ്. ഞാൻ ഒരു 16 വർഷമായിട്ട് മ്യൂസിക് പഠിക്കുന്നുണ്ട്, കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ട്. ഞാൻ പ്രൊഫഷണൽ സിംഗറാണ്. പിന്നെ 2-3 പ്ലേബാക്ക് സോങ്സ് ഒക്കെ പാടിയിട്ടുണ്ട്. പിന്നെ ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. പിന്നെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഷോർട്ട് ഫിലിംസ് മ്യൂസിക് ഡയറക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 14 വർഷമായിട്ട് സൗണ്ട് എഞ്ചിനീയറിംഗ് ഫീൽഡിലുണ്ട്, മ്യൂസിക് ഫീൽഡിലുണ്ട്, ഫിലിം ഫീൽഡിലുണ്ട്, സീരിയൽ ഫീൽഡിലുണ്ട്, എല്ലാ ഫീൽഡിലും ഉണ്ട്. അങ്ങനെ റെക്കോർഡിങ്, മിക്സിങ് എല്ലായിട്ടും മുന്നോട്ട് പോകും. അപ്പൊ ഞാൻ സിംഗറാണ്. പിന്നെ ഞാനും കുറച്ചൊക്കെ മ്യൂസിക് കമ്പോസ് ഒക്കെ ചെയ്യും. 1-2 വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ലിറിക്സ് എഴുതും. അങ്ങനെ ഒത്തിരി കുറച്ച് എക്സ്ട്രാ വേറെ ആക്ടിവിറ്റീസ്, ഡാൻസ്, പാട്ട്, എക്സ്ട്രാ കുറച്ച് ആക്ടിവിറ്റീസും കൂടെ. വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഡബിങ് കാര്യങ്ങളൊക്കെ ചെയ്യും, എല്ലാം ചെയ്യും. അപ്പൊ ഞാൻ കുക്കാണ്. ആള് നല്ല കുക്കാണ് കേട്ടോ. ഞാന് പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ എനിക്ക് വേറൊരു ഘട്ടത്തില്, ഞങ്ങളുടെ മാരേജ് ശേഷം തന്നെയാണ് ഒരു ഘട്ടത്തില് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ടൈമില് ആള് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി. അപ്പൊ അന്ന് വലിയ കുക്കൊന്നും അല്ല. പക്ഷെ ഇപ്പൊ പ്രഗ്നൻസി ടൈമില് ആള് നല്ല അടിപൊളി ഷെഫ് തന്നെ ആയി മാറി കേട്ടോ. ഞാന് ഉണ്ടാക്കണ കറിയെക്കാട്ടിലൊക്കെ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ട് ആളുണ്ടാക്കുന്ന കറിക്ക്. അപ്പൊ അങ്ങനെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നല്ല, ഒരാൾ മാത്രം കാര്യമില്ലല്ലോ. സോ അപ്പൊ എനിവേ എന്താണ് ഞങ്ങളുടെ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരും മ്യൂസീഷ്യൻസ് ആണ്. പിന്നെ വർക്ക്സ് റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യാറുണ്ട്. ഞങ്ങള് ചെന്നൈ, മുംബൈ, പിന്നെ കൊച്ചി, ബാംഗ്ലൂര്, അങ്ങനെ ഏറ്റവും കൂടുതലും കൊച്ചി ബേസ് ചെയ്താണ്, ട്രിവാൻഡ്രം ബേസ് ചെയ്താണ്. അപ്പൊ ഇപ്പോ നമ്മൾ താമസിക്കുന്ന ഒരു പെർമനന്റ് ഹോമിലൊന്നും അല്ല. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മള് ലൈഫിലൊന്നും പച്ച പിടിച്ച് വരാനായിട്ട് എന്തായാലും എല്ലാവർക്കും ഒരു സമയം എടുക്കും. സോ പെർമനന്റ് ഹോമിലല്ല ഞങ്ങൾ താമസിക്കുന്നത്. റെന്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം, എന്നാ റെന്റഡും അല്ല. അതൊക്കെ ഞങ്ങൾ വഴിയെ പറയാം കേട്ടോ. ഞങ്ങളുടെ കാര്യത്തിലല്ല ഇങ്ങനെ കുറച്ച് ക്യൂരിയോസിറ്റി കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ട്. സ്വന്തം വീടാണ്, റെന്റ് വീടാണ്, എന്നാ റെന്റ് വീടല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, എനിവേ ഇനി എന്താണ് BMJ മ്യൂസിക് കപ്പിൾ എന്ന് പറയുന്നത്? അപ്പൊ ഞങ്ങളുടെ ഫീൽഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ മ്യൂസിക്കിലൂടെ തന്നെയാണ് ഞങ്ങള് കണക്ട് ആയതും, മ്യൂസിക്കിലൂടെ തന്നെയാണ് ഞങ്ങൾ പ്രണയിച്ചതും. മ്യൂസിക് ആയിരുന്നു നമ്മുടെ ഒരു കൺവേ വഴി എന്ന് പറയുന്നത്. മ്യൂസിക് ആയിരുന്നു നമ്മുടെ ഫീൽഡ്, അല്ലെങ്കിൽ നമ്മുടെ ലവിന്റെ ഷീൽഡ് എന്ന് പറയുന്നതും. നമ്മുടെ എല്ലാം എന്ന് പറഞ്ഞ മ്യൂസിക് തന്നെയായിരുന്നു. നമ്മൾ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള മ്യൂസിക്കിലൂടെയാണ് അല്ലേ. അപ്പോ നല്ലൊരു ലവ് സ്റ്റോറി ഒക്കെ ആയിരുന്നു.
എനിവേ ഇപ്പോഴും അത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന് അങ്ങനെ തന്നെ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ ഞങ്ങളുടെ ലവ് സ്റ്റോറിയുടെ റിസൾട്ടായിട്ട് കുഞ്ഞു ബേബിയും കൂടെ ഉണ്ട്, അത് അറിയാലോ. അപ്പൊ കുഞ്ഞു ബേബി ഇതുവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല. ഞാൻ വാവയെ കാണിക്കും, നെക്സ്റ്റ് വീഡിയോയില് വാവയെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യും. എല്ലാവരും പൊതുവില് ഡെലിവറി കഴിഞ്ഞ ഉടനെ ചിലര് ബേബീസിനെ കാണിക്കും, പക്ഷെ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ എന്താണ് BMJ എന്ന് പറയുന്നത് ബ്രഹ്മജയ എന്ന വാക്കിന്റെ ഷോർട്ട് നെയിമാണ്, ഷോർട്ട് ഫോം ആണ് BMJ എന്ന് പറയുന്നത്. ഇനി എന്താണ് ബ്രഹ്മജയ എന്ന് പറയുന്നത്? ബ്രഹ്മജയ എന്ന് പറയുന്ന ഒരു സംസ്കൃത് വേർഡാണ്. ലോർഡ് സരസ്വതി ദേവിയാണ് ബ്രഹ്മജയ എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത്. മ്യൂസിക് എന്ന് പറയുന്നത് സരസ്വതിയാണ്. സോ ഒത്തിരി പേര് ചോദിച്ചു ഞങ്ങൾക്ക് എന്താണ് BMJ. അപ്പൊ BTS എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ BMJയുടെ പേരിൽ മ്യൂസിക് ബാൻഡ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ സ്റ്റുഡിയോയുടെ പേര് BMJ എന്നാണ്, നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് BMJ മ്യൂസിക് കപ്പിൾ എന്നാണ്, ഞങ്ങളുടെ ബാൻഡിന്റെ പേര് BMJ മ്യൂസിക് ബാൻഡ് എന്നാണ്. അപ്പൊ അങ്ങനെ BMJ പരമായിട്ട് കുറച്ച് കലാപരിപാടിയൊക്കെ ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമ്മുടെ ഇൻസ്റ്റഗ്രാം ID-യിലോട്ട് DM ചെയ്യുക. ഓക്കെ. അപ്പോ എനിവേ BMJ മ്യൂസിക് കപ്പിൾ എന്ന് പറയുന്ന ഇതാണ്. പിന്നെ ഞങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒത്തിരി പേര് ലാസ്റ്റ് വീഡിയോസ് ഒത്തിരി പേര് കണ്ടു. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി പേര് അത് ഷെയർ ചെയ്തു, ഒരുപാട് പേര് കമന്റ് ചെയ്തു. വീഡിയോസ് ഇടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ചാനലാണ്. പക്ഷേ നമുക്ക് ഇടയ്ക്ക് വെച്ച് വീഡിയോസിന് എല്ലാത്തിനും കവർ സോങ്സ് എല്ലാം ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒരുപാട് കവർ സോങ്സ് ചെയ്തിടുന്നുണ്ടായിരുന്നു. ഒരുപാടൊന്നും കോപ്പിറൈറ്റ് വരുന്നു, ചിലത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന കാരണം നമുക്ക് എന്തുകൊണ്ട് ഇതൊരു മ്യൂസിക് മാത്രമുള്ള ചാനലായിരിക്കും, ലൈഫ് സ്റ്റൈലും മ്യൂസിക്കും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ചാനലാക്കിക്കൂടെ എന്നുള്ള രീതിയിലാണ് പ്രഗ്നൻസി ടൈം മുതൽ ഓരോ വീഡിയോസ് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ചെയ്തു തുടങ്ങി. അപ്പം അതിന് നല്ല റീച്ച് ഉണ്ടായിരുന്നു. അപ്പം അത് കൊണ്ടാണ് നമുക്ക് ആ റീച്ച് വന്നത് കൊണ്ട് നമ്മൾ വിചാരിച്ചു എല്ലാം ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സും പിന്നെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവൽ വ്ലോഗ്സും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്. പിന്നെ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഞങ്ങളടുത്ത് ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സ് കാര്യങ്ങളൊക്കെ ഇടാമോ, ഇടയ്ക്ക് കമന്റിലൊക്കെ ഡെയിലി ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഇടാം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ട് ചെയ്തുകൂടാ. അപ്പൊ നമുക്ക് അങ്ങനെ കമന്റിൽ ഒരുപാട് ഇത് വന്നപ്പോഴാണ് നമ്മളും വിചാരിച്ചു എന്നാ പിന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സും കൂടെ ആഡ് ചെയ്ത് ഇതിനകത്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്നത് അങ്ങനെയാണ്. പിന്നെ ഇപ്പോ 2 മാസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ വഴിയായി പറയാം. എന്തുകൊണ്ടാണ് ഒരു ഡിലേ. ഇപ്പോഴാണ് ഇത്രയും ഒരു 2 മാസം കൊണ്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല. പ്രഗ്നൻസി ടൈമിൽ വീഡിയോസ് ചെയ്തതാണ്. പിന്നെ പ്രഗ്നൻസി കഴിഞ്ഞ ഒരാഴ്ച വരെ വീഡിയോസ്, അതായത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച വരെയൊക്കെ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. പിന്നീട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. ഇത് പിന്നെ ഇപ്പോഴാണ് വീണ്ടും ഷൂട്ടിങ് തുടങ്ങുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ വീഡിയോ നമ്മൾ എടുത്തു വയ്ക്കുന്നുണ്ട്, പക്ഷെ ഒന്നും എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. അപ്പൊ തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് നമ്മുടെ പ്രേക്ഷകരൊക്കെ കുറഞ്ഞു വരികയാണ്. ഇപ്പൊ വീണ്ടും പ്രേക്ഷകർ തിരിച്ചു വന്നാലേ നമുക്ക് നിലനിൽക്കുള്ളൂ. പിന്നെ പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങള് ഇവിടെ പാലാഴി പ്രഗ്നൻസി ഡെലിവറി കെയറിംഗ് സെന്ററിൽ, പ്രസവരക്ഷ എടുക്കുന്ന സെന്ററിൽ പോകാന്നൊക്കെ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് സാഹചര്യങ്ങൾ കാരണം ഞങ്ങൾക്ക് പാലാഴിയിൽ പോകാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പോ അതിനുശേഷം ഈ പ്രസവരക്ഷ കാര്യങ്ങള്, അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങള് ഒക്കെ മുടങ്ങിപ്പോയി. അപ്പൊ എനിവേ പക്ഷെ എല്ലാത്തിനും ഉപരി ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനോബലമാണ്. നമുക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഫിസിക്കലി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മൈൻഡ് ഓക്കെ ആണ്, മൈൻഡ് ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ
നമ്മുടെ ഫിസിക്കൽ ഇഷ്യൂസ് തീർച്ചയായിട്ടും കുറയും ഇല്ലേ? ഫിസിക്കൽ ഇഷ്യൂസ് തീർച്ചയായിട്ടും കുറയും. ഇപ്പൊ എന്റെ അടുത്ത് തന്നെ ഒത്തിരി പേര് വർക്കിന്റെ ക്ലയൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ഡെലിവറി കഴിഞ്ഞിട്ട് 2 മാസമല്ലേ ആയിട്ടുള്ളൂ, ഇത് വയറെന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ലല്ലോ, ഞങ്ങൾക്കൊക്കെ വയറൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾക്കൊക്കെ എത്ര നാളെടുത്ത് സ്റ്റിച്ചിന്റെ പെയിൻ മാറാനായിട്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പിന്നെ നടുവേദന, അങ്ങനെ കുറെ കാര്യങ്ങൾ ഓരോരുത്തർക്കും ഓരോരുടെ ഫീച്ചേഴ്സ്. ഓരോരുത്തരുടെയും ശരീരം ഓരോ രീതിയാണ്. അല്ല, എന്നാലും കോമൺ ആയിട്ട് ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഫിസിക്കലി മെന്റലി ഒക്കെ ഒരുപാട് ഉണ്ടാവും. പക്ഷെ ശരീരഘടനയില് പലർക്കും പല രീതിയിലായിരിക്കും. ചിലർക്ക് ബൾക്കി ആയിട്ടുള്ള ശരീരം ഉണ്ടായിരിക്കാം, ചിലർ സ്ലിം ആയിരിക്കും. അതൊന്നും നമുക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ സെയിം ആയിരിക്കും. അതുപോലെ തന്നെ പോസ്റ്റ് പാർട്ടം ജേർണി എന്ന് പറയുന്നത് അത് അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പിന്നെ നമുക്ക് പോസ്റ്റ് പാർട്ടം ജേർണി എന്താണ്. പക്ഷെ എനിക്ക് തോന്നുന്ന പോസ്റ്റ് പാർട്ടം ജേർണി എന്ന് പറയുന്നത് ഒരിക്കലും വൈഫിന് മാത്രമുള്ളതല്ല, അതായത് ഒരു മോമിന് മാത്രമുള്ളതല്ല, അത് ഈക്വലായിട്ട് അച്ഛനെയും ബാധിക്കും പോസ്റ്റ് പാർട്ടം ജേർണി എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഒരു മീൻസ് കപ്പിൾസ് മാത്രമുള്ള ഫാമിലി ആണെന്നുണ്ടെങ്കിൽ, അസിസ്റ്റന്റ് വേറൊരാൾ ഇല്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റ് പാർട്ടം ജേർണി എന്ന് പറയുന്നത് നന്നായിട്ട് അഫക്ട് ചെയ്യും. അപ്പൊ ഈ 2 മാസം, ഇപ്പൊ കഴിഞ്ഞ ഈ 2 മാസം പോസ്റ്റ് പാർട്ടത്തിന്റെ ആ ഒരു ഇഷ്യൂ, ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് എന്ന് പറയാം. 2 മാസം അല്ല, ഒരു 1.5 മാസം കറക്റ്റ് പോസ്റ്റ് പാർട്ടത്തിന്റെ ആ ഒരു സ്ട്രഗ്ലിംഗ് ഇഷ്യൂ ഒരുപാട് ഞങ്ങൾ ഫേസ് ചെയ്തു. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത്, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രസവരക്ഷ എടുത്തിട്ടില്ല. നോർമലി കാൽസ്യം അയൺ ടാബ്ലറ്റ് കഴിക്കും. പിന്നെ പ്രസവരക്ഷ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. എനിക്ക് അത് ചെയ്യാനും പറ്റിയില്ല. ചെയ്യാനുള്ള സമയം സത്യപ്പെടുന്ന കിട്ടൂല. അത് അറിയാലോ. ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ, അതായത് കുഞ്ഞ് ഉറങ്ങുന്ന സമയം ചിലപ്പോ രാവിലെ 10 മണിക്കായിരിക്കും, രാത്രി ഒരു 3 മണി അല്ലെങ്കിൽ 4 മണി, വെളുപ്പിനെ 3 മണി 4 മണി സമയത്തൊക്കെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എണീക്കുന്നത് ഉറങ്ങുന്നത് ഏകദേശം 10 മണിയൊക്കെ ആയിട്ട്. അത്രയും നേരം പിന്നെ നമ്മൾ ഉറക്കമൊഴിഞ്ഞിരിക്കണം. രാത്രികളിൽ തന്നെ 2 മണിക്കൂർ ഇടവിട്ടൊക്കെ എണീക്കും. അപ്പൊ ആക്ച്വലി നമ്മള് കൊച്ചിനെ ഉറക്കിയിട്ട് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മളെ ഉറങ്ങാനുള്ള സമയമെല്ലാം കൊച്ചിന്റെ പിറകെ നടക്കും. മോന് ഇപ്പൊ 2 മാസമായി. അപ്പൊ ഈ ഒരു 2 മാസം എടുത്തു അവര് കുറച്ചെങ്കിലും ഒക്കെ ഞങ്ങളുടെ ആ ഒരു രീതിയിലോട്ട്, പ്രോപ്പറായിട്ട് ആയിട്ടില്ല എന്നാലും ഞങ്ങളുടെ ആ ഒരു രീതിയിലോട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി അവനൊന്ന് പൊരുത്തപ്പെട്ടു വരാൻ ഒരു 2 മാസം എടുത്തു. 2 മാസം എടുത്തു. ആദ്യത്തെ സമയത്തൊക്കെ ഇതാണ് ഒരവസ്ഥ. രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞിരിക്കണം. അപ്പൊ പകല് ആയിരിക്കും കൊച്ചു ഉറങ്ങുന്നത്. രാവിലെ ഒരു 6 മണി 7 മണിയാകുമ്പോഴത്തേക്ക് ഒന്ന് ഉറങ്ങും. പകലെല്ലാം പാൽ കുടിക്കാനായിട്ട് എണീച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ 2 പേർക്കും ഇത് റിസ്ക്കാണ്. 2 പേർക്കും ഉറങ്ങാൻ പറ്റൂല. അവർക്ക് ഉറക്കം നിന്നിട്ട് മാനേജ് ചെയ്യാൻ പറ്റൂല. അന്ന് കുറച്ചുകൂടെ പെയിനൊക്കെ ഉള്ള സമയമാണ്. ഡെലിവറി കഴിഞ്ഞ് 1-2 ആഴ്ചയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നല്ല പെയിനും കാര്യങ്ങളും ഉണ്ട്. ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടണം ആ സമയത്ത്. ഇനിയാണെങ്കിൽ കറക്റ്റിന് പാല് കുടിക്കാനുള്ള പരുവമായിട്ടില്ല. അപ്പൊ ആദ്യത്തെ ഒരു മാസം നന്നായിട്ട്, ആദ്യം പൊതുവില് കുഞ്ഞുങ്ങൾ അവർക്ക് മോന് സക്ക് ചെയ്യാനായിട്ട് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷെ ആള് സക്ക് ചെയ്ത് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും, അപ്പോഴേ ഉറങ്ങിപ്പോ. അപ്പൊ ഒരാൾ വേണം കാലിൽ ചുരണ്ടി ഇങ്ങനെ ഉണർത്താനായിട്ട് ഒരാൾ വേണം. അപ്പോ ഡെലിവറി കഴിഞ്ഞ ടൈമില് നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്തു. എനിക്ക് ഏറ്റവും കൂടുതലും എനിക്ക് ഈ സ്റ്റിച്ചിന്റെ പെയിന് എന്നെ വല്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പറഞ്ഞ ഈ സ്റ്റിച്ചിന്റെ കാര്യങ്ങളും എല്ലാം ഹസ്ബൻഡ് തന്നെയാണ് അതിന്റെ പ്രോപ്പർ കെയറിങ് കാര്യങ്ങളൊക്കെ നോക്കിയത്. ചേട്ടൻ തന്നെയാണ് ഡോക്ടർ പറഞ്ഞു കൊടുത്തു. ഇപ്പോ ഡോക്ടർമാരും നഴ്സുമാരെ എല്ലാം ഫോഴ്സ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ വെച്ച്. അമ്മ വേണം, അമ്മ ഇല്ലാതെ പറ്റില്ല, അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അമ്മയ്ക്ക് അതൊക്കെ വശമുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്താ അമ്മയ്ക്ക് വശമുള്ളത്? അമ്മയ്ക്ക് ചെയ്യാൻ പറ്റും. അമ്മ മനുഷ്യനല്ലേ. പറയണക്ക് ഭർത്താവിന് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പൊ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ 8 മണി വരെയൊക്കെ ജോലി ചെയ്യുന്ന അവർക്കാണെങ്കിൽ ചിലപ്പോ പറ്റിയില്ലെന്ന് വരാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഈ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഭാര്യയും ഭർത്താവും മാത്രം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു
സിറ്റുവേഷൻ ആണെങ്കിൽ സുഖമായിട്ട് ഭർത്താവിന് ഭാര്യയെ നോക്കാവുന്ന കാര്യമില്ല. പക്ഷെ ഇതിൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉറക്കം ഒട്ടും കിട്ടത്തില്ല. ഉറക്കം കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഭാര്യയെ കെയർ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് ഇതാവും. പക്ഷെ ആദ്യത്തെ ഒരു 1.5 മാസം സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടിലോട്ട് പോകും. നല്ല രീതിയിൽ അതിനെ കെയർ ചെയ്തുകൊണ്ട് പോകണം. വേദ് പിടിക്കാൻ പറ്റിയില്ല. വേദ് പിടിക്കാനെന്ന് പറഞ്ഞാൽ വേദ് പിടിക്കണമെങ്കിൽ തന്നെ ആദ്യം വെള്ളം തിളപ്പിച്ച് അത് ചൂടാക്കി പിന്നെ 1-2 മണിക്കൂറത്തെ ഒരു പരിപാടിയാണ്. പക്ഷെ ഈ 1-2 മണിക്കൂർ നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. ഒന്നുകിൽ ഇവിടെ എന്തെങ്കിലും ജോലികൾ കാണും, തുണി കഴുകാനും, പിന്നെ കൊച്ച് ഏത് നേരവും ചിലപ്പോൾ പീടെ ഒക്കെ ചെയ്യുമ്പോൾ അത് തുടയ്ക്കണം, റൂം തുടയ്ക്കണം. ഇപ്പോഴും അന്നെന്ന് പറഞ്ഞാൽ കൊച്ച് ജനിച്ചു കഴിഞ്ഞാൽ ഒരു മാസം വരെ നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യണം. അതായത് റൂം വരെ നല്ല ക്ലീൻ ആയിരിക്കണം, എപ്പോഴും ക്ലീൻ ചെയ്ത് കുഞ്ഞിനെ എപ്പോഴും ക്ലീൻ ചെയ്ത് വൃത്തിയായി സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ അമ്മയെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അമ്മയ്ക്കും കെയർ വേണം. ഇതിനിടയ്ക്ക് വേദിന്റെ കാര്യം എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം ഇതെല്ലാം ചെയ്ത് വരുമ്പോ രാത്രി പിന്നെ ആരും വേദ് പിടിക്കില്ലല്ലോ. ഇത് പകൽ സമയത്തൊക്കെയാണ് വേദ് പിടിക്കേണ്ടത്. ആ സമയമെല്ലാം നമുക്ക് ഒന്നെങ്കിലും ഉറക്കം കിട്ടാതെ തലയിറങ്ങി നടക്കും. പക്ഷെ ദൈവം അതിനൊക്കെ ഹെൽപ്പ് ചെയ്തു. വേദ് കിട്ടിയില്ലെങ്കിൽ പോലും പ്രസവിച്ച് 7ാം ദിവസം തന്നെ പച്ചക്കറി അരിഞ്ഞ് നമ്മളതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഈ വീഡിയോസിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. 7ാം ദിവസം ആയപ്പോഴേ സാമ്പാർ, അവിയല്, തോരനൊക്കെ വെച്ച് കറിയൊക്കെ വെച്ച് വേറെ ആരും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്ന ആണ് നല്ലത്. വേറെ ആരെയും നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യം. അതാണ് സത്യം. അത് മാത്രല്ല ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും അവരവരുടെ റെസ്പോൺസിബിലിറ്റീസ് എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ തലയിൽ അല്ലെങ്കിൽ അടുപ്പിച്ച് വയ്ക്കുക. മീൻസ് വേറെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ സൊസൈറ്റിയിൽ ആരെങ്കിലും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തെങ്കിലും ആരെങ്കിലും കാണും. നമ്മൾ സ്വയം അധ്വാനിക്കാതെ മറ്റുള്ളവരുണ്ടാകുന്ന അധ്വാനത്തിന്റെ ഫലം അത് നമ്മളിലോട്ട് എടുത്ത് ജീവിക്കുക. അതാകുമ്പോ നമുക്കൊന്നും ചെയ്യണ്ടല്ലോ. ഇപ്പം മറ്റൊരാളുടെ എന്ത് സാധനമായിട്ടോ, വസ്തുവക ആയിക്കോട്ടെ, ഈവൻ അസറ്റ് ആയിക്കോട്ടെ, വാട്ടവർ, അത് ഒരു കാര്യം ചെയ്താൽ നമ്മൾ എടുക്കുക. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ കണക്ക് ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ ലൈഫിലുള്ള ഓരോ കഷ്ടതകളോ അല്ലെങ്കിൽ ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്ന ഒരു ജേണിയോ അതൊന്നും ഫേസ് ചെയ്തിട്ടില്ലാത്തവരായിരിക്കാം കൂടുതലും ഒരു സുഖലോലുപത മാത്രം ഡിപ്പെൻഡ് ചെയ്ത് സുഖലോലുപത മാത്രം വേണം എന്നൊരു മറ്റുള്ളവരെ തുറന്നു ഒരു ജീവിക്കുന്ന ആൾക്കാർ കാണും. അപ്പൊ ഡെലിവറി കഴിഞ്ഞപ്പോ എനിക്ക് എന്തായാലും ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ, പാലൊക്കെ ഉണ്ടോ, പാല് കുഞ്ഞിന് കൊടുക്കാൻ പാലൊക്കെ ഉണ്ടോ? അപ്പൊ ബ്രസ്റ്റ് ഫീഡ് നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ കണക്ക് എനിക്ക് എക്സ്ട്രാ വയറൊന്നും ചാടിയിട്ടില്ല. അതുപോലെ തന്നെ സ്ട്രെച്ച് മാർക്കിന് തുടക്കം മുതലേ ഒരു ഓയിന്റ്മെന്റ് ഇടുന്നുണ്ടായിരുന്നു. റെഗുലർ ഇടില്ല, വല്ലപ്പോഴും കൂടിയൊക്കെ ഒന്ന് വളരെ നേരിയ അളവിൽ സ്ട്രെച്ച് മാർക്ക് സൈഡിലായിട്ട് ചെറുതായിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ചിന്റെ കാര്യങ്ങളെല്ലാം അത് പൂർണ്ണമായിട്ടും അതിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ ഡെലിവറി കഴിഞ്ഞ ആ ഒരു ടൈമില് എനിക്ക് കുറച്ച് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അതെല്ലാവർക്കും കാണുമല്ലോ. ഞാന് ഭയങ്കരമായിട്ട് റെസ്റ്റ് എടുക്കേണ്ട ടൈമുകളിൽ റെസ്റ്റ് എടുത്തു. പക്ഷെ എന്നാലും കൂടുതലും എനിക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ എന്തായാലും ശരി, ഐ എം ഓക്കെ. ഇപ്പൊ ഞാൻ ഓക്കെ ആണ്. പിന്നെ ചിലര് പറയും ഇപ്പൊ ചെയ്യാത്തതിന്റെ ഇത് കുറച്ചാള് കഴിയുമ്പോ അറിയും കേട്ടോ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചില നാടുകളിലൊന്നും ഈ പറയുന്ന പ്രസവരക്ഷ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല കേട്ടോ. ഡോക്ടേഴ്സ് എപ്പോഴും അവരാണെങ്കിൽ പോലും നമുക്ക് റെഫർ ചെയ്യുന്നത് ജസ്റ്റ് വാം ബാത്ത്, ചൂടുവെള്ളത്തിൽ നമ്മൾ കുളിക്കുക. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ കുളിക്കുക. രണ്ടാമത്തെ കാര്യം മൈൻഡ് ഹാപ്പി ആയിട്ട് വയ്ക്കുക. പിന്നെ തേർഡ് കാര്യം അയണിന്റെയും കാൽസ്യത്തിന്റെയും ടാബ്ലറ്റ് പ്രോപ്പറായിട്ട് കഴിക്കുക. ഈ കാൽസ്യം അയൺ ടാബ്ലറ്റിന്റെ ആവശ്യം ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് പീരീഡിലേക്ക് അത് കഴിക്കണം. അപ്പൊ എനിക്ക് ഡെലിവറി കഴിഞ്ഞെന്ന് മാത്രമല്ല, ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് പീരീഡും എനിക്ക് കഴിഞ്ഞു. ഫസ്റ്റ് പീരീഡ്സ് എനിക്ക് വന്നു കഴിഞ്ഞു. അപ്പം ആ ഒരു ഡെലിവറി ജേണി എനിക്ക് ഡെലിവറി ആണെങ്കിലും ശരി,
7 മിനിറ്റ് കൊണ്ട്, എന്റെ ഫസ്റ്റ് ഡെലിവറി 7 മിനിറ്റ് കൊണ്ടാണ് ഞാൻ പ്രസവിച്ചത്. അപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ എല്ലാവരും പറഞ്ഞു നിനക്കെല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉണ്ട്, എല്ലാം ഫാസ്റ്റ് ആയിരുന്നു. അപ്പൊ ഒത്തിരി പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിയുമ്പോ അങ്ങനെ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ കുറെ വാക്സാമർത്ഥ്യമൊക്കെ ഇരുന്ന കുറെ ഓവർ ടാലന്റഡ് ആയിട്ടുള്ള കഴിവ് ഏറിയിട്ടുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ഒരുപാട് കഴിവുകളൊക്കെ ഉള്ള ആൾക്കാർ. അതെ, വളരെ നമുക്ക് ചുറ്റുവട്ടത്തിൽ തന്നെ കാണും. വലിയ വലിയ വിഷയങ്ങൾ വരും. അപ്പം നമ്മളെ രീതികളൊക്കെ അങ്ങനെയാണ്. എന്തായാലും നമ്മുടെ പ്രസവം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇപ്പൊ കുഞ്ഞു ബേബി ആയിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ 2 മാസം അവനൊന്ന് നമ്മളുമായിട്ടൊന്ന് ഇതായി വരാനായിട്ട് ഒത്തിരി ഇതായി, ഒരു ലാഗ്, 2 മാസത്തെ ആ ഒരു ലാഗ് ഒന്ന് കുറച്ച് ആദ്യമൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാൻ കുറച്ച് സമയം കണ്ടെത്തേണ്ടി വരുന്നു. പക്ഷെ ഉറക്കം ഒഴിഞ്ഞൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്തൊക്കെ ഇടുവരും. നമ്മുടെ ഇതേ സിറ്റുവേഷനിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും, ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. കാണാത്ത തന്നെ ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിലേ ഹസ്ബൻഡും വൈഫും മാത്രമുള്ള ഒരു അസിസ്റ്റന്റ് എന്ന ഒരാളും എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞൂടാ നൂന്നൂടാ എന്നൊക്കെ ഒരുപാട് പേര് പറയും. ഡെലിവറി കഴിഞ്ഞിട്ട് എന്റെ കുഞ്ഞിനെ ഫസ്റ്റ് ടൈം ഞാനാ കുളിപ്പിക്കുന്നത്. അപ്പൊ റെഗുലർ ആയിട്ട് അവനെ കുളിപ്പിക്കുന്നുണ്ട്. ഡോക്ടറിന്റെ അഡ്വൈസ് ആദ്യം ചോദിക്കുക, എന്ന് മുതൽ നമുക്ക് ജോലികളൊക്കെ ചെയ്തു തുടങ്ങാം. കാര്യം 2 തരം പ്രസവമല്ലേ ഇപ്പൊ, 2 കൂടുതലുണ്ടല്ലോ. സിസേറിയൻ ഉണ്ട്, അല്ലാതെ നോർമൽ ഡെലിവറി ഉണ്ട്, സിസേറിയൻ ഡെലിവറി ഉണ്ട്, പിന്നെ വേദനരഹിത പ്രസവവും സുഖപ്രസവവും. എങ്ങനെയാണ് നമുക്ക് എന്തുകൊണ്ട് ജോലി ചെയ്ത് തുടങ്ങാന്ന് നല്ലൊരു ഡോക്ടറാണെങ്കിൽ അവരെ, അതായത് പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട് പറയും. നല്ലൊരു ഡോക്ടറാണെങ്കിൽ കറക്റ്റ് പറഞ്ഞു. ഇവരുടെ കാര്യത്തിലായാലും അങ്ങനെയാണ്. ഡോക്ടർ പറഞ്ഞതേ ഉള്ളൂ, അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിക്കോളും. നമ്മൾ പറഞ്ഞിങ്ങനെ പ്രസവരക്ഷയ്ക്ക് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോ എന്തിനാണ് ചോദിച്ചത്, എന്തിനും പ്രസവരക്ഷ, ചൂടുവെള്ളത്തിൽ ഡെയിലി അങ്ങ് കുളിച്ചാൽ മതി, 2 നേരം കുളിച്ചാൽ മതി എന്നാണ് പറയുന്നത്. എങ്കിലും അങ്ങനെ ഡോക്ടർ പറഞ്ഞാലും സമൂഹം സമ്മതിക്കില്ല. പ്രസവരക്ഷ ഉണ്ടെങ്കിൽ പ്രസവരക്ഷ വേണം, അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. പിന്നെ ഫ്യൂച്ചർ ആക്ച്വലി ഈ പറയുന്ന വേദുകുളി എന്ന് പറയുന്ന സംഭവത്തിന്റെ അതിന്റെ ഒരു ബേസിക് എഫക്റ്റീവ് വശം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള പെയിൻ, വേദനകള്, നമ്മുടെ മസിൽ അത്രയും സ്ട്രെച്ച് ആയിട്ടല്ലേ നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. ഇത്രയും മാസങ്ങളോളം അനുഭവിച്ച ആ ഒരു പെയിനും കാര്യങ്ങളും, ശരീരത്തിലുണ്ടായ ചേഞ്ചസ്, ഹോർമോണൽ ചേഞ്ചസ്, എല്ലാത്തിനെയും കൂടെ നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ഒരു എക്സ്റ്റേണലി ഉള്ള ഒരു സപ്പോർട്ട്, അതാണ് വേദഗുളി എന്ന് പറയുന്നത്. അതായത് കുറെ ഈ വേദം എന്ന് പറയുമ്പോൾ കുറെ ഔഷധ ഇതാണല്ലോ. അപ്പൊ ആ ഔഷധമായിട്ടുള്ള ആ വെള്ളത്തിൽ കുളിക്കുകയാണ് ചെയ്യുന്നത്, ചൂടാക്കി കുളിക്കും. ഇങ്ങനെയാണ് അത് എണ്ണ നമ്മൾ തേച്ചിട്ട് ചൂടാക്കി ചൂടുവെള്ളത്തിൽ നമ്മൾ കുളിക്കും. പിന്നെ ആ വേഗം നമ്മള് ജസ്റ്റ് പുറത്തൊക്കെ പിടിക്കും, ആവി കിരി കെട്ടിയിട്ട് പിടിക്കും. പിന്നെ ഈ ചൂടാണ് മെയിൻ. പിന്നെ അതേണക്ക് പിന്നെ അതേണക്ക് തന്നെ ഈ കഷായങ്ങള്, മരുന്ന് കാര്യങ്ങളൊക്കെ അങ്ങാടി കടകളിലോ അല്ലാന്നുണ്ടെങ്കിൽ കോട്ടയ്ക്കില് വൈദ്യശാലയിലൊക്കെ കിട്ടും. അങ്ങനെയൊക്കെയുള്ള കഷായങ്ങളൊക്കെ മേടിച്ച് അത് കുടിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഡെലിവറി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എങ്ങ് പോകും. എന്തെങ്കിലും ബ്ലീഡിങ് എക്സ്ട്രാ പോവാനുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങ് പോയിക്കോളും. കുറച്ചും കൂടി നമ്മുടെ ദേഹത്തിനൊരു പ്യൂരിറ്റി, ഒരു ശുദ്ധി കാര്യങ്ങളൊക്കെ കിട്ടും. കുറെ അഴുക്ക ബ്ലഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പുറന്തള്ളാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാതെ സംരക്ഷിക്കും. അതാണ് വേദഗുളിയുടെ ഒരു മെയിൻ. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഫുഡ് വളരെ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക. വളരെ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക. പച്ചക്കറി, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പച്ചക്കറി, ഫ്രൂട്ട്സ്, പിന്നെ നട്ട്സ്, പാല്, ഇതൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്തി നന്നായിട്ട് ഫുഡ് കഴിക്കുക. കാര്യം നമ്മുടെ ശരീരത്തിൽ ഫീഡ് ചെയ്യുന്ന ടൈം ആണെങ്കിൽ ഒരുപാട് എനർജി നമ്മുടെ കയ്യിൽ നിന്ന് ലോസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോ ഫുഡ് നന്നായിട്ട് കഴിക്കുക. ഫുഡ് നന്നായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ നല്ലൊരു ഫുഡിയാണ്. അപ്പൊ ഫുഡ് നന്നായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഒത്തിരി പ്രശ്നങ്ങളും അതിലൂടെ അങ്ങ് മാറിക്കോളും.
അപ്പോ എനിക്ക് ഡെലിവറി കാര്യങ്ങള് അതിന്റെ ബാക്കി സ്റ്റോറീസ് ഡെലിവറി സ്റ്റോറി അല്ല, എന്താ പറയാ, അതായത് പ്രഗ്നൻസി ആയ മുതൽ ഡെലിവറി കഴിഞ്ഞ അത്രയും നാളുള്ള ആ ഒരു ജേണി അതിന്റെ വീഡിയോ ചെയ്യും, ഉടനെ തന്നെ ചെയ്യും. പക്ഷെ ഈ ഇത്രയും നാള് ഇപ്പൊ വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ ആരാണ് എന്താണ് പറയുന്നില്ല. ഞങ്ങൾ എന്താണ്, ഞങ്ങളുടെ ഫീൽഡ് എന്താണ്, ഞങ്ങളുടെ പെട്ടെന്ന് ദിവസം പൊട്ടിപ്പൊളച്ച് പ്രസവത്തിന്റെ വീഡിയോസ് ഇടുന്നു, അന്ന് വീഡിയോ ആശുപത്രിയിലുള്ള വീഡിയോസ് ഇടുന്നു. നമ്മൾ ആരാണെന്ന് വെച്ചാൽ ആർക്കും അറിയിക്കില്ല. അപ്പൊ നമ്മള് എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മളെന്തായാലും ഇനി മുന്നോട്ട് വീഡിയോസ് ഇനി ചെയ്യും. നമ്മളെന്താണ് എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണമല്ലോ. നമ്മൾ അതിനുവേണ്ടിയാണ് ഇപ്പൊ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ഇൻട്രോ എന്നുള്ള രീതിയിലാണ്. ഇനി നമ്മുടെ മ്യൂസിക് സൈഡ് ഉള്ള വീഡിയോസും അതുപോലെ ലൈഫ് സ്റ്റൈൽ വീഡിയോസും. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, അതൊരു അഡ്വൈസ് ആണ്. അത് അതിന്റെ ഇടയെ കുറിച്ച് ചേർക്കാന്നില്ല. ഒരു അഡ്വൈസ് ആയിട്ട് കാണുന്നവർക്ക് അങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആയിട്ട് കാണുന്നവർക്ക് അങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ ഓക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് അത് എടുക്കാം. നമ്മുടെ പ്രഗ്നൻസി, നമ്മുടെ ലൈഫ്, പിന്നെ നമ്മുടെ പ്രഗ്നൻസി, നമ്മുടെ ഡെലിവറി കാര്യങ്ങൾ, പിന്നെ കുഞ്ഞിനെ നോക്കുന്ന റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ നമുക്ക് ദൈവം കൈ തന്നിട്ടുണ്ട്, കാല് തന്നിട്ടുണ്ട്, നല്ലൊരു ബ്രെയിൻ തന്നിട്ടുണ്ട്, പിന്നെ അതേക്ക് തന്നെ ഹെൽത്ത് കണ്ടീഷൻ തന്നിട്ടുണ്ട്, പിന്നെ നല്ലൊരു മൈൻഡ് തന്നിട്ടുണ്ട്, പ്രേ ചെയ്യാനുള്ള മനസ്സ് തന്നിട്ടുണ്ട്, പിന്നെ എല്ലാ ആരോഗ്യങ്ങളും ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നു, എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. സോ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാവരും ലേസി ആയിട്ടുള്ളവരാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ എന്നാലും ലൈഫില് നമ്മുടെ കാര്യങ്ങള്, നമ്മുടെ ബേബിയുടെ കാര്യം, അതൊക്കെ നമ്മൾ തന്നെ നോക്കുക, ചെയ്യുക. ആരെയും നമ്മൾ ഒരു കാര്യത്തിലും ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ഇരിക്കരുത്. എന്റെ ചുറ്റില് ഞാൻ ഒരുപാട് പേരെ ഞാൻ കാണുന്നുണ്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒത്തിരി പേരെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നമ്മുടെ കുഞ്ഞാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ലൈഫാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ നമ്മുടേതാണെങ്കിൽ അത് നമ്മൾ തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. അല്ലാതെ ഡെലിവറി കഴിഞ്ഞു എന്റെ അമ്മ നിൽക്കണം, എന്റെ അച്ഛമ്മ നിൽക്കണം അതൊന്നും പറഞ്ഞാൽ യാതൊരു കാര്യം. നമ്മുടെ കുഞ്ഞാണോ നമ്മൾ നോക്കുക, ആ കുഞ്ഞ് നമ്മളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോ ആ കുഞ്ഞ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? ചിന്തിച്ചു നോക്കുക, എല്ലാവരും ചിന്തിച്ചു നോക്കുക. ഇതിപ്പോ എന്റെ കാര്യത്തിൽ എനിക്കൊരു അസിസ്റ്റൻസ് കിട്ടിയിട്ടില്ല എന്ന് കൊണ്ട് പറയുന്നില്ല, പൊതുവിൽ ഞാൻ കേട്ടിട്ടുള്ള കാര്യമായിട്ട് പറയുന്നത്. നമ്മുടെ കുഞ്ഞ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ്, നമ്മുടെ ഹോപ്പ്, അവരുടെ ഹോപ്പ് നമ്മിലാണ്, അത് വെച്ചുകൊണ്ട് അവരെ ഇറങ്ങി വരുന്നത്. അപ്പൊ നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമ്പോ എങ്ങനെ ഈ കുഞ്ഞിന് അവർക്ക് എങ്ങനെ നമ്മൾ ഹോപ്പ് വയ്ക്കാൻ പറ്റും? എങ്ങനെ ഹോപ്പ് വയ്ക്കാനായിട്ട് പറ്റും? സോ നമ്മുടെ കുഞ്ഞിന്റെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഏറ്റെടുക്കുക. അസിസ്റ്റന്റ് ഒരാളുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. പക്ഷെ മോസ്റ്റ് ഓഫ് കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുക. അതിന് വേറൊരു സുഖം കൂടിയുണ്ട്. ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഓക്കെ എനിക്കിത് പറ്റും എന്നുള്ള ഒരു മെന്റൽ പവർ കൂടി കിട്ടും. പിന്നെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഏജ് ഒക്കെ എത്ര ഉണ്ടെന്നൊക്കെ ചോദിച്ചു കേട്ടോ. എനിക്ക് 24, എൻ്റെ ഏജ് 24 ആണ്. ആളുടെ ഏജ് എന്ന് പറയുന്നത് 31 ആണ്. അപ്പോ ഞങ്ങൾ എന്താണ്, ഞങ്ങളുടെ ഫീൽഡ് എന്താണ് എല്ലാം പറഞ്ഞു. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോ ഇനിയിപ്പോ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു ബേബിയെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ്. ബേബിയുടെ ബേബി അതെ വാക്സിൻ എടുക്കാൻ പോയതിന്റെ വീഡിയോസ് ഉണ്ട്. 45 ദിവസം വാക്സിൻ എടുക്കാൻ പോയപ്പോ അതിന്റെ വീഡിയോസ് ഉണ്ട്. എല്ലാ വീഡിയോസും എടുത്തിട്ടേക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം. അപ്പോ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ബേബിയെ പരിചയപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോ എല്ലാവരും ബേബിയെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുവാണെന്ന് എനിക്ക് അറിയാം. പിന്നെ പോയ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരിക.
വരിക. എന്റെ അന്നത്തെ ആ വീഡിയോ അവര് വിചാരിച്ചാണ് വീഡിയോ അത് കഴിഞ്ഞു, ലാസ്റ്റ് ഇട്ട വീഡിയോ കൊണ്ട് നമ്മള് യൂട്യൂബിൽ നിർത്തി പോകുന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്ത സുട്ടടുവേ അങ്ങനെയൊന്നും പോകരുത്, അങ്ങനെ ഇനി എന്തായാലും അതായത് അന്ന് ഇട്ടതിന് ശേഷം ഇത്രയും ഡിലേ വരും. ഇനി എന്തായാലും ഡിലേ വരാതെ റെഗുലർ ആയിട്ട് വീഡിയോസ് ഉണ്ടാവും. ഒന്നുകിൽ പാട്ടുകൾ ഉണ്ടാവും, അവരുടെ പാട്ടുകളുണ്ടാവും, എന്റെ വർക്കിന്റെ ബിഹൈൻഡ് ദ സീൻസ് കാണും, പുതിയ വർക്കുകൾ, മിക്സ് ഇറങ്ങുന്ന വർക്കുകൾ, സ്റ്റുഡിയോയിലെ കാര്യങ്ങൾ കാണും, പിന്നെ ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സ്. ഞങ്ങളുടെ ട്രാവൽ വ്ലോഗ്സ് ആണ്. ഞങ്ങൾ ട്രാവൽ ചെയ്യാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാണ്. ബേബി ഉള്ളത് കൊണ്ട് തന്നെ ബേബിയുടെ കാര്യങ്ങളെ കുറിച്ചുള്ളത് കാണും, പ്രഗ്നൻസി കെയറിനെ കുറിച്ചുള്ളത് കാണും, പിന്നെ ബേബി കെയറിനെ കുറിച്ചുള്ളത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ്, അതായത് നമ്മള് വേറെ എവിടെന്നെങ്കിലും കൊണ്ടുവരുന്ന അറിവല്ല, നമ്മള് സ്വയം എക്സ്പീരിയൻസ് ചെയ്യുന്ന അറിവുകൾ മാത്രമാണ്. സ്വയം എക്സ്പീരിയൻസ് ചെയ്യുന്ന അറിവും, പിന്നെ അതേണക്ക് തന്നെ പ്രഗ്നന്റ് ആയപ്പോ തൊട്ടേ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോ കാര്യം. അതെ, നമ്മൾ യൂട്യൂബിൽ റെഫർ ചെയ്തിട്ടുണ്ട്. പ്രഗ്നൻസി ആയ സമയത്ത്, പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ സമയം മുതൽ യൂട്യൂബ് തപ്പാറുണ്ട്. കാര്യം അന്ന് നമ്മൾ കാണിച്ചിരുന്ന SIT ആയതുകൊണ്ട് യൂട്യൂബിൽ തപ്പാതെ വേറെ രക്ഷയില്ല. ഡോക്ടർമാരുടെ ചോദിക്കാറില്ല, അവർക്ക് ഒരറിവും ഇല്ലാത്തതിനൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് ചോദിച്ച തിരിച്ചുള്ള റിപ്ലൈ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. ബാക്കി എല്ലാ വീഡിയോസും ഉടനെ തന്നെ വരും. മെയിനായിട്ട് വീഡിയോ ലാഗ് ആയതിന്റെ അതെ, ആ ഒരു കാരണം നമ്മൾ പറയണമല്ലോ, എന്തുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയത് എന്നുള്ളത്. അതിന് കാരണം ഇതാണ്, ഉറക്കമില്ല. ഇപ്പൊ തന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഉറക്കം തൂങ്ങിയാണ് ഇരിക്കുന്നത്. കാര്യം കണ്ടിന്യൂസ് വർക്കുണ്ട്, പിന്നെ കൊച്ചു ഉറങ്ങുന്നത് ടൈമിങ് ഇപ്പോഴും കുറച്ച് ലാഗാണ് ടൈമിംഗ് ഒക്കെ. ഇപ്പൊ പോലും വീഡിയോ എടുക്കുന്ന സമയം 2 മണിയാണ്, വെളുപ്പിന് 2 മണിക്കാണ് എടുക്കുന്നത്. ആ സമയത്ത് ഇപ്പൊ ആള് ഉറങ്ങുന്നുണ്ട്. ആ സമയം നോക്കിയേ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റും. അപ്പൊ അത് നോക്കി കറക്റ്റ് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പൊ എന്തായാലും റെഗുലർ ആയിട്ട് വീഡിയോസ് ഉണ്ടാവും അല്ലേ? പിന്നെ അതേണക്ക് തന്നെ മ്യൂസിക് ആണ് നമ്മുടെ മെയിൻ എന്ന് പറയുന്നത്. പിന്നെ അതേണക്ക് പ്രഗ്നൻസി, ഡെലിവറി, അതിന് ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള്, വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അപ്പൊ അത് ഒരുപാട് പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മമാർക്കും ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന അമ്മമാർക്കും ഒക്കെ ഒരുപാട് ഉപകാരപ്പെടും. അപ്പൊ അതിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എന്തായാലും വീണ്ടും പറയണം, നമ്മള് ഇവിടെ നിന്ന് റെഫർ ചെയ്ത നമ്മളെ എക്സ്പീരിയൻസ്, ഇതുവരെയുള്ള എക്സ്പീരിയൻസ്, മുതൽ ഇന്ന് വരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം പറയുന്ന കാര്യങ്ങളാണ്. അത് പലർക്കും ഡിഫറെന്റ് ആയിരിക്കാം, എങ്കിലും കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരുപോലെയൊക്കെ തന്നെ ഉണ്ടാവും. എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബുക്കുകളില് കറക്റ്റ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബുക്കുകളിൽ വായിച്ചുള്ള അറിവുകൾ, പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള അറിവുകൾ, ഇത് 3 കൂടി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഓക്കെ ആണ്, ശരിയായിട്ടുള്ള കാര്യമാണെന്നുള്ള ആ ഒരു വിശ്വാസം കാര്യം എനിക്കുണ്ട്. പിന്നെ എല്ലാവരും ഇപ്പൊ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നതാണെങ്കിലും ശരി, നമുക്ക് നല്ലൊരു സുഖപ്രസവം തന്നെ കിട്ടട്ടെ എന്ന് കരുതിയാണ് നമ്മളൊക്കെ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് പോകുന്നത് അല്ലെ. പിന്നെ എന്റെ പ്രഗ്നൻസി ജേർണിയില് ഞാൻ ഈ പറയുന്ന കണക്ക് ഞാൻ ഈ ഒരുപാട് എക്സസൈസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ചിലർ പറയും കുഞ്ഞു മുറ്റം അടിക്കണം, പിന്നെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മറ്റേത് ചെയ്യണം, മറിച്ച് ചെയ്യണം, പിന്നെ ബോൾഡ് ഇരുന്ന് എക്സസൈസ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറയും ഇല്ലേ, ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാന് എങ്ങനെ ശരിയായ രീതിയില് എന്റെ ആ ഒരു പ്രഗ്നൻസി ജേർണി ഞാൻ കൊണ്ടുപോയി എന്നും, പിന്നെ എനിക്ക് സുഖപ്രസവം കിട്ടാൻ ഞാൻ എന്ത് ചെയ്തു എന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യും. അല്ലാതെ നമ്മള് ഈ കണ്ട വീഡിയോസ് കണ്ടിട്ട് അതില് പറഞ്ഞിരിക്കുന്ന കണക്ക് എക്സസൈസോ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ പറയുന്ന ഓരോ നമ്മള് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ്, അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്, തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങൾ അറിഞ്ഞു വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്താൽ പ്രഗ്നൻസി ടൈമിൽ അത് അമ്മയും ബാധിക്കും, കുഞ്ഞിനെയും ബാധിക്കും, നമ്മുടെ ഡെലിവറിയെയും അത് നല്ല രീതിക്ക് ബാധിക്കും. സോ നമ്മള് എന്ത് കാര്യവും തെറ്റായിട്ടുള്ള മിസ്ലീഡ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഇപ്പൊ ഉണ്ട്. അപ്പൊ മിസ്ലീഡ് നല്ല വീഡിയോസും ഉണ്ട്. അല്ല, ഞാൻ മിസ്ലീഡ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടെന്ന് പറഞ്ഞത്
മൂലമൊക്കെ പഠിച്ചു വെച്ചിട്ട് എവിടെന്നെങ്കിലും യൂട്യൂബിൽ കണ്ട അറിവും വെച്ചിട്ട് പ്രഗ്നൻസി പോലും ആയ ആളാണെന്ന് പോലും അറിയാം. ലീഡിങ് വീഡിയോസ് ഒരുപാടുണ്ട്, അതുപോലെ തന്നെ നല്ല വീഡിയോസും ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് റെഫർ ചെയ്ത് ഏത് വീഡിയോ ബെറ്റർ ആണ് നോക്കി അത് ചെയ്യുക. 1000 വീഡിയോസ് നമ്മള് കണ്ടുകൊണ്ടിരിക്കരുത്. അപ്പൊ നമ്മള് പൊതുവില് നമ്മുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആവും. അയ്യോ അതെന്താ ഇങ്ങനെ, ഇവരങ്ങനെ പറയുന്നു, അവരിങ്ങനെ പറയുന്നു, ഇവരങ്ങനെ പറയുന്നു. ഞാന് മെയിൻ ആയിട്ട് എടുത്ത് പറയാം, എന്റെ ഡെലിവറി എക്സ്പീരിയൻസ് ഓൾറെഡി എനിക്ക് സുഖപ്രസവമായിരുന്നു. അപ്പൊ എന്റെ ഡെലിവറി എക്സ്പീരിയൻസ്, എന്റെ പ്രഗ്നൻസി എക്സ്പീരിയൻസ്, പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞ ഇൻഫർമേഷൻ, പിന്നെ ബുക്ക് വായിച്ചതിൽ നിന്ന് വന്ന ഇൻഫർമേഷൻ, ഇതൊക്കെ ബുക്ക് വായിച്ചതെന്ന് കിട്ടിയ ഇൻഫർമേഷൻ, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് ചെയ്തത്. അപ്പൊ അത് എക്സ്പെക്ടിങ് മോംസിനും പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കുന്ന മോംസിനും ഒക്കെ, അല്ലെങ്കിൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന അമ്മമാർക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങളുടെ ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസറുമായിട്ട് ഉടനെ ഞാൻ വരുന്നുണ്ട്. അപ്പോ കാണാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ഈ വീക്കിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ പഴയ സബ്സ്ക്രൈബേഴ്സ്, ഞങ്ങളുടെ പഴയ വെൽ വിഷേഴ്സ് എല്ലാരും തിരിച്ചു വരിക. നിങ്ങളെ നിരാശപ്പെടുത്തിയതിന് ദയപൂർവ്വം സോറി പറയുന്നു. കാര്യം 2 months ഒത്തിരി സ്ട്രഗിൾ ചെയ്തു അതുകൊണ്ട്. അപ്പോ നെക്സ്റ്റ് വീഡിയോ വരേക്കും ലവ് യു ഓൾ, സ്റ്റേ ട്യൂൺ, see you soon.